അന്താരാഷ്ട്ര നിലവാരത്തിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എന്ന സ്വപ്നമാണ് പല വിദ്യാർത്ഥികളെയും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിക്കുന്നത്. 2024 കണക്കുകൾ പ്രകാരം വിദ്യാർത്ഥികളുടെ ഇഷ്ടസ്ഥലമായി മാറിയിരിക്കുകയാണ് ജർമ്മനിയും റഷ്യയും. കഴിഞ്ഞ വർഷത്തിൽ ജർമ്മനിയിലേക്ക് 34,702 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പഠനത്തിനായി എത്തിയത്. കൂടാതെ റഷ്യയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 34% വർധനവും രേഖപ്പെടുത്തി. കാനഡയ്ക്കും UK-ക്കും പുറമെ സ്റ്റുഡൻസ് വിസ ഈ രാജ്യങ്ങളിൽ കോംപ്ലിക്കേറ്റഡ് അല്ലാത്തതും കുറഞ്ഞ ചെലവിൽ ഇവിടങ്ങളിലേക്ക് പഠനത്തിനായി എത്താൻ സാധിക്കുന്നതുമാണ് വിദ്യാർത്ഥികളെ കൂടുതൽ അടുപ്പിക്കുന്നത്. ജർമ്മനിയിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും പ്രത്യേകിച്ച് STEM മേഖലകളിൽ അഥവാ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് മേഖലകളിലെ മികച്ച സേവനവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതും ഇക്കാര്യങ്ങൾ പ്രധാനമാണ്. ജർമ്മനിയിൽ പൊതുവെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളിൽ നിന്നും വാങ്ങുന്ന ഫീസുകളും മറ്റും കുറവാണ്. ചില സ്ഥലങ്ങളിൽ സെമസ്റ്റർ ഫീ ഒഴികെ മറ്റ് ഫീസുകളൊന്നും വാങ്ങുന്നില്ല. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ നൽകുന്ന മികച്ച ഒരു രാജ്യമാണ് ജർമ്മനി. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ വിദേശ വിദ്യാർത്ഥികളെ ഇവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. ജർമ്മൻ അക്കാഡമിക് എക്സ്ചേഞ്ച് സർവീസ് നൽകി വരുന്ന ഡാറ്റ് സ്കോളർഷിപ്പും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പഠന ചെലവിനായി നിരവധി ഫിനാൻഷ്യൽ സപ്പോർട്ടുകളും നൽകി വരുന്നത് രാജ്യത്ത് പഠനം എളുപ്പമാക്കുന്ന ഒന്നാക്കി മാറ്റി. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇക്കാലയളവിൽ രാജ്യത്ത് നിന്ന് പഠനത്തിനൊപ്പം പാർട്ട് ടൈമായി ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ജർമ്മനിയിൽ പഠിക്കുമ്പോൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 120 മുഴുവൻ ദിവസങ്ങളോ 240 അർദ്ധ ദിവസമോ ജോലി ചെയ്യാൻ കഴിയും. ഇത് അധിക വരുമാനം നേടുന്നതിന് പുറമെ തൊഴിൽ പരിചയം നേടാനും സഹായിക്കുന്ന ഒന്നാണ്. പഠനം പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികളെ 18 മാസം വരെ ജർമ്മനിയിൽ താമസിക്കാൻ അനുവദിക്കുന്നുണ്ട്. ഇതോടെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുന്നു. പഠനം കഴിഞ്ഞ് ഈ വിസയുടെ ഇളവിൽ അവിടെ തന്നെ താമസിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. റഷ്യയിലേക്കും ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതലായി എത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. റഷ്യൻ സർവകലാശാലകൾ സാധാരണയായി വളരെ കുറഞ്ഞ ട്യൂഷൻ ഫീസാണ് വാങ്ങുന്നത്. ജർമ്മനി പോലെ തന്നെ റഷ്യയിലും വിദ്യാർത്ഥികൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതെന്നാണ് മറ്റൊരു പ്രത്യേകത. മറ്റ് രാജ്യങ്ങൾ അപേക്ഷിച്ച് റഷ്യയിലെ ജീവിത ചെലവ് പൊതുവെ പല പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും വളരെ കുറവാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ വിദ്യാഭ്യാസത്തിനായി പ്രധാനമായും തിരഞ്ഞെടുക്കുന്ന US, കാനഡ, ഓസ്ട്രേലിയ, UK പോലുള്ള രാജ്യങ്ങളാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം ഈ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നു. വിസ നിയമത്തിൽ കടുത്ത നിലപാടുകൾ എടുക്കുന്നതാണ് പ്രധാനമായും വിദ്യാർത്ഥികളെ പിൻവലിയാൻ കാരണങ്ങളിലൊന്ന്. കാനഡയിലെ ഖാലിസ്ഥാൻവാദിയായ ഹർദീപ് സിംഗ് നിജാറിൻ്റെ മരണത്തിൽ ഇന്ത്യയുമായുള്ള സ്വരച്ചേർച്ച ഉൾപ്പെടെ കാരണങ്ങളായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ ജനുവരിയിൽ പ്രാബല്യത്തിലുള്ള വിസ നിയമങ്ങളും വെല്ലുവിളിയായിരുന്നു. ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനിൽ നിന്നുള്ള ഡാറ്റകൾ പ്രകാരം US, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ 27% കുറവാണ് രേഖപ്പെടുത്തിയത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ വിലക്കിയ UK-യുടെ നടപടിയാണ് ഇത്തരം വിദ്യാർത്ഥികളെ സൗഹൃദാന്തരീക്ഷത്തിൽ നിൽക്കുന്ന ജർമ്മനിയിലേക്കും റഷ്യയിലേക്കും കടക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ രാജ്യങ്ങൾ കൂടാതെ ഉസ്ബെക്കിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും ഇന്ത്യൻ വിദ്യാർത്ഥികൾ കടക്കുന്നുണ്ടെന്നാണ് ബിസിനസ് ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്.